ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മട്ടൻ മിളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. അത്ര ടേസ്റ്റുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മട്ടൻ 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചത്, സവാള 2 വലുത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, പിന്നെ പച്ചമുളക് 4, തക്കാളി 4. പിന്നെ ഇതിലേക്ക് ആദ്യം ഒരു കുക്കറിലാണ് കേട്ടോ അത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റിയത്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. അല്ലെങ്കിലും ഉപ്പ് വേണമല്ലോ. അപ്പോൾ പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ കൂടിയിട്ട് വീണ്ടും ഒന്ന് അതിന് പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് വീണ്ടും തക്കാളി ഇട്ട് അതൊന്ന് സോഫ്റ്റ് ആവും ശേഷം പിന്നെ ബാക്കി നമുക്ക് കുറച്ച് ശേഷം മസാലകളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഒരു 5 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മിളകേറിയായ കാരണം എരിവ് നന്നായി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി തീരെ ഇടുന്നില്ല. മല്ലിപ്പൊടി കാരണം ഇത് മിളകേറിയായ കാരണം മുളക് മാത്രം ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. മല്ലി ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് മല്ലിപ്പൊടി ഞാൻ തീരെ ഇട്ടിട്ടില്ല. ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ, കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കേട്ടോ. അപ്പം അങ്ങനെ ഇട്ടിട്ട് എല്ലാ മസാലകളും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. തീ കുറച്ച് വേണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടി. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മട്ടൻ അതിലിട്ടിട്ട് അതൊന്ന് നന്നായി അതിൽ മസാല ഒക്കെ പിടിക്കത്തക്ക വിധം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായി എല്ലാ മസാലകളും അതിലെത്തണം വിധം നന്നായി ഇളക്കിയിട്ട് പിന്നെ അവസാനം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് വെള്ളമാണ് ഇതിലൊഴിക്കുന്നത്. അതൊന്ന് നന്നായി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുക്കർ മൂടിയിടാം. ഇത് പത്തിരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. മട്ടൻ മിളകിട്ടത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണിത്. നമുക്ക് പത്തിരിയൊക്കെ എത്ര തിന്നാലും മതി വരില്ല. ഈ മട്ടനും പത്തിരിയും കൂടിയായി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുക്കർ മൂടി വെച്ച ശേഷം നമുക്കതൊന്ന് ഒരു 7 വിസിൽ അടിച്ച ശേഷം അത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മുടെ മട്ടൻ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ.